ഹലോ വെൽക്കം ടു റോസസ് ടേസ്റ്റിയേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, 1-2 മിനിറ്റിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പേടയുടെ റെസിപ്പിയാണ്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാൻ പെട്ടെന്ന്. അതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞൊടിയിടയിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് മാരിഗോൾഡിൻ്റെ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ മാരിയുടെ ബിസ്ക്കറ്റ് ഉണ്ട്, ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, അതൊക്കെ എടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഒരു 10 ബിസ്ക്കറ്റോളം ഞാൻ എടുക്കുന്നുണ്ട്. 10 അല്ലെങ്കിൽ 12 ബിസ്ക്കറ്റ് വരെ എടുക്കാം. വലിയ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 10 മുതൽ 12 വരെ നമുക്കിതിലെടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം. ഒരു 10-30 സെക്കൻഡ് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വന്നോളും. കണ്ടോ, ഇതേപോലെ ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് തീ പോലും കത്തിക്കേണ്ട, അത്ര എളുപ്പത്തിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓൾറെഡി നമ്മുടെ ഇതിന് മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പേട ആയതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പശുവിൻ്റെ നെയ്യാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നെയ്യും അതുപോലെ പഞ്ചസാരയും എസൻസും ഒക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എസൻസ് ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പേട വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു കറക്റ്റ് രുചി തന്നെ ഇതിന് വരാൻ വേണ്ടിയിട്ടാണ് എസൻസ് ചേർത്തത്. നിങ്ങൾക്ക് എസൻസ് ഒട്ടും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഏലക്കയുടെ പൗഡർ ചേർത്താൽ മതി, അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ വന്നിട്ട് വെറും 2 ടേബിൾ സ്പൂൺ പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മെഷറിംഗ് കപ്പ് 1/4 കപ്പിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ പാല്, തിളപ്പിച്ച പാലാണ് കേട്ടോ. തിളപ്പിച്ച് ആറിയതിന് ശേഷമുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതേപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ പാൽ ഒട്ടും തന്നെ കൂടുതലല്ല, കറക്റ്റാണ്. ഇടയ്ക്ക് ഇച്ചിരി നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് എക്സ്ട്രാ ഒരു പാലും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും 2 ടേബിൾ സ്പൂൺ പാല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഇതിപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ പേട തയ്യാറാക്കി എടുക്കാം. പിന്നെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇഷ്ടമാണ്. നമ്മളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, പല പല ഷേപ്പിലല്ലേ പേടകളിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നടുവിലായിട്ട് നമ്മുടെ ചെറുവിരലില്ലേ, ചെറുവിരൽ വെച്ചിട്ട് ഒരു ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലൊരു കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അതേക്ക് എന്തെങ്കിലും നട്ട്സ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് അല്ലെങ്കിൽ പിസ്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചോക്കോ ചിപ്സൊക്കെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ചിപ്സ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ്, അതൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം അത് നട്ട്സ് വെക്കണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. മൊത്തം എനിക്ക് 7 പേടയാണ് ഈ ഒരു 10 ബിസ്ക്കറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ടിൻ്റെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റ് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ എന്തെങ്കിലും സ്വീറ്റൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പാർലേജിയുടെ ബിസ്ക്കറ്റ്, ടൈഗറിൻ്റെ ബിസ്ക്കറ്റ്, അതൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ.
അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.